ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ ആയി അല്ലേ? എത്ര വേഗം സമയം പോണ്. ഓക്കെ, നമുക്ക് ഇന്ന് വീക്ക്ലി ഗൈഡൻസ് എടുക്കാൻ ഞാനിന്ന് സാറ്റർഡേ നമ്മൾ മൺഡേ ടു സൺഡേ വരെ എടുക്കുന്ന ആ ഗൈഡൻസ് എടുക്കാം. ഓക്കെ, ഇന്ന് വീക്ക്ലി ഗൈഡൻസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അധികം നീട്ടുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ആഴ്ച നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക നോക്കാം. നമുക്ക് ഓരോ ദിവസത്തെ ആയിട്ട് എനർജി നമുക്ക് പറയാം ശ്രമിക്കാം. ചിലപ്പോൾ അത് ഒന്നിച്ച് എല്ലാം തമ്മിൽ പരസ്പരം മാച്ചും ഉണ്ടാവാം. കാരണം ഒരേ കാര്യം നമ്മൾ ഒരു ദിവസം ചെയ്ത് അങ്ങനെ തീരില്ലല്ലോ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേക്ക് എന്തെങ്കിലും കണ്ടിന്യൂഷൻ ഉണ്ടാവില്ലേ? സോ അതുപോലെ ആവാം. ഓക്കെ, മൺഡേ, ഓക്കെ, ട്യൂസ്ഡേ, ബുധൻ, ഓക്കെ ഗുഡ്, വ്യാഴം, വെള്ളി, ശനി. ആക്ച്വലി ശനിയാഴ്ച വരെ എടുത്താലോ? ഓക്കെ, വേണ്ട, ശനിയാഴ്ച. ഓക്കെ, ആൻഡ് ഓവറോൾ സൺഡേയുടെ. ഓക്കെ, നമുക്കിതെല്ലാം ക്ലാരിഫൈ ചെയ്യാം. എന്താണ് ഇവിടെ 8 of Wands ഇവിടെ എന്താണ് പറയുന്നത്, എന്തിനെ കുറിച്ചാണ്? ഓക്കെ, ചൊവ്വാഴ്ചയുടെ. ഓക്കെ, ബുധൻ, വ്യാഴം, ഓക്കെ ഗുഡ്, വെള്ളി, ഗുഡ്, ഓക്കെ, ഞായറാഴ്ചയ്ക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഓവറോൾ എനർജി ഏസ് ഓഫ് കപ്സ് ഉണ്ട്. നമുക്കത് മതി. ഓക്കെ, ഇവിടെ നമുക്ക് മൺഡേ തൊട്ട് തുടങ്ങാം. മൺഡേ പറയുന്നത് നിങ്ങളൊന്ന് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയാണ്. മേ ബി ഇപ്പോൾ ഓൾറെഡി ഈ വീക്കെൻഡ് തൊട്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾ പെട്ട് നിൽക്കുകയാണ്, അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കില്ല എന്നുള്ള നിങ്ങളുടെ മെൻ്റൽ ഒരു തോട്ട്. ഓക്കെ, നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്കേജ് ആണിത്. അതായത് സാഹചര്യങ്ങൾ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള ഒരു തോന്നൽ. സാഹചര്യങ്ങൾ. പക്ഷേ ഈ കാർഡ് എപ്പോഴും നമ്മൾ പറയുന്നത് 8 of Swords എനർജി പറയുമ്പോൾ നിങ്ങൾ സ്റ്റക്കാണെന്ന് നിങ്ങൾക്ക് തോന്നലാണ്. ഓക്കെ, അത് നിങ്ങളുടെ, അതായത് എന്ത് സാഹചര്യം എപ്പോഴും നമ്മൾക്ക് മറികടക്കാൻ സാധിക്കും. ഓക്കെ, സാഹചര്യങ്ങൾ നമ്മളെ ബ്ലോക്കേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വഴി കൂടി നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ഈ പേഴ്സൺ കെട്ടി നിൽക്കുകയാണ്. എപ്പോഴും നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ പ്ലീസ് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഞാൻ എപ്പോഴും പറയുന്ന ലെക്ചറാണ്. സോ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണ് നിൽക്കുന്നത്. അവരെ കണ്ണ് കെട്ടിയിട്ടുണ്ട്, കൈ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ കാല് ഫ്രീ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ സോഡ്സ് ഇവരെ ചുറ്റുമുണ്ട്. പക്ഷെ ചില ഭാഗങ്ങൾ തുറന്ന് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് പുറത്തു പോകാനുള്ള വഴിയുണ്ട്. സോ കാല് നിങ്ങളുടെ ഓപ്പനുമാണ്, കാല് കെട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് നടന്ന് പുറത്ത് വരാം എന്നാണ് പറയുന്നത്. ഓക്കെ, പുറത്ത് വന്ന ശേഷം നിങ്ങൾക്ക് ആരെയും ഹെൽപ്പ് എടുത്തിട്ടായാലും നിങ്ങൾക്ക് കണ്ണും കൈയും അഴിക്കാൻ സാധിക്കും അല്ലേ? സോ അപ്പോൾ ഇവിടെ പറയുന്നത് അതാണ്, നമ്മൾ സാഹചര്യങ്ങളെ മറികടക്കാൻ പറ്റില്ല എന്നുള്ള നമ്മുടെ തോന്നൽ മാത്രമാണ്. നമ്മൾ കണ്ണും കൈയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വിചാരം എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന രീതിക്ക്. പക്ഷെ കാല് ഓപ്പനാണ് നിങ്ങളുടെ. ഓക്കെ, നിങ്ങൾക്ക് തപ്പിത്തടഞ്ഞായാലും നിങ്ങൾക്ക് നടക്കാം. വീണിട്ടായാലും ശരി, നിങ്ങൾ പെടഞ്ഞിട്ടായാലും ശരി, നിങ്ങൾക്ക് പുറത്ത് വരാം. ഓക്കെ, ആ വഴി ഉണ്ട് നിങ്ങൾക്ക്. ആ വഴി നിങ്ങൾ ജസ്റ്റ് നടന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങളത് ചെയ്യാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങൾ അവനവനെ ആ ഒരു ഇതിലിങ്ങനെ ഇട്ടിട്ട് നിൽക്കുകയാണ്. തെറ്റില്ല, എനിക്ക് സാഹചര്യങ്ങളാണ് എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള അത് പക്ഷെ ഒരു എക്സ്ക്യൂസ് മാത്രമാണ് എപ്പോഴും. ഓക്കെ, നിങ്ങളൊരു പ്രയോറിറ്റി കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ തന്നെയാണത്. ഞാൻ ഇതിനെക്കുറിച്ച് ഓരോ സാഹചര്യം വെച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഓവറോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ എന്താണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ മൈൻഡിൻ്റെ തോട്ട്സ് ആണോ? നിങ്ങൾ പറയും ഫാമിലി തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്ത് ബ്ലോക്കേജ് ആണോ നിങ്ങൾ ചിന്തിക്കുന്നത്, ആ ബ്ലോക്കേജിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം വഴി കാണിച്ചു തരും. ഓക്കെ, നിങ്ങളതിലൊന്ന് ശ്രമിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഓക്കെ, ആൻഡ് ഇവിടെ അതിന് ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും. എളുപ്പമൊന്നും ആയിരിക്കില്ല കേട്ടോ. ഞാൻ എളുപ്പത്തിൽ ചെയ്യാമെന്നല്ല പറയുന്നത്, കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വഴികൾ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ചില ഡിസ്കംഫേർട്ട് നമുക്ക് വരും. ചില കാര്യങ്ങൾ നമ്മളൊന്ന് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ആ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് വഴി കാണിച്ചു തരും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എത്താനുള്ളത് ഇൻഡിപെൻഡൻസിലേക്കാണ്. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് വലുതും ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ഒരു ഓൺ ഇൻഡിപെൻഡൻസ്, അതായത് നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. നിങ്ങളുടെ ലൈഫിൽ ഇൻഡിപെൻഡൻസ് എന്ന രീതിക്ക് നിങ്ങൾക്ക് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തടസ്സമാണ് എനിക്ക് കാണുന്നത്. അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. യൂണിവേഴ്സ് പറയുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ ഒരിക്കൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അബണ്ടൻസിലേക്ക് എത്താൻ സാധിക്കും, നിങ്ങളുടെ ഇൻഡിപെൻഡൻസിലെത്താൻ സാധിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ ആ മനസ്സിൻ്റെ ബ്ലോക്കേജ് നിങ്ങൾ മാറ്റിയെടുത്താൽ മതി. ഓക്കെ, സോ മൺഡേ ഐ തിങ്ക് സ്റ്റാർട്ടിങ്, യെസ് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പെട്ട് നിൽക്കുകയാണ് എന്നാണ്. ഓക്കെ, പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് അതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ശ്രമിക്കാൻ തുടങ്ങിയാൽ മതി നിങ്ങൾ. ആൻഡ് ഇവിടെ ചൊവ്വാഴ്ചയ്ക്ക്, ബട്ട് ഐ തിങ്ക് യെസ് ഇതേ കാര്യം നമ്മൾ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഉണർവ് വരുന്ന പോലെ, ഓക്കെ, ഒരു പുതിയ ഉണർവ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ആക്ഷൻ എടുക്കാൻ, ഒന്ന് വഴികൾ ആലോചിക്കാൻ തുടങ്ങുന്ന പോലെ. മേ ബി ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ എങ്ങനെ പുറത്ത് വരാം എന്ന് ചിന്തിക്കലായിരിക്കാം. സോ നല്ല കാര്യമാണ്. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് വഴികൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് വരിക, എന്താണ് എനിക്ക് മുന്നോട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞ പോലെ. ആൻഡ് ഇവിടെ നിങ്ങൾ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെ നല്ല കാര്യം. എനിക്ക് എഫേർട്ട് ഇടാൻ തയ്യാറാവുന്ന പോലെ കാണുന്നുണ്ട്. സോ മേ ബി ഇത് കണക്റ്റഡ് ആയിരിക്കാം. ഓക്കെ, അല്ല, എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാം കണക്റ്റഡ് ആയിട്ടൊരു സ്റ്റോറി പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ജോലിയുടെ കാര്യത്തിലായിരിക്കാം, നിങ്ങളുടെ കരിയറിന് വേണ്ടിയായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ തടസ്സപ്പെടുത്തുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണം. ഓക്കെ, പക്ഷെ ഫാമിലി നിങ്ങളോട് പറയും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് സക്സസ് കിട്ടില്ല, അല്ലെങ്കിൽ ഇത് മീൻസ് നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന രീതിക്കൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അവിടെ നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യാൻ, ഓക്കെ, നിങ്ങൾ ചില ഐഡിയാസ് യൂസ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് ഇവരെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കുക? സംസാരിച്ച് കൺവിൻസ് ചെയ്യണോ, അതോ വലുതും കാണിച്ച് പ്രൂവ് ചെയ്ത് നമ്മൾ കൺവിൻസ് ചെയ്യണോ എന്നുള്ള മെത്തേഡൊക്കെ നിങ്ങൾ ആലോചിക്കുന്ന പോലെ. ഇതൊരു വളരെ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഐഡിയാസ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സിമ്പിളായിട്ട് ചിലവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ നമ്മൾ അവരോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം, ഒന്ന് സോപ്പിടണോ അതോ ഒന്ന് പറഞ്ഞു എങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പറഞ്ഞു കൊടുക്കണോ എന്ന രീതിക്കൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ആൻഡ് നിങ്ങൾ എഫേർട്ട് ഇടുന്നതിന് തീർച്ചയായിട്ടും ആക്ച്വലി ഒരു സക്സസ്സും കാണുന്നുണ്ട്. നമ്മൾ ബുധനാഴ്ച ആകുമ്പോഴേക്കും മേ ബി നിങ്ങളുടെ എഫേർട്സിൻ്റെ സക്സസ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം. അങ്ങനെ ആയിരിക്കാം. കാരണം ഇവിടെ സക്സസ് എന്ന രീതിയിലാണ്, വിന്നിങ് ആണ്. ഓക്കെ, നിങ്ങളൊരു ജയിക്കുന്ന പോലെയാണ് കാണുന്നത്. നിങ്ങൾ ഇടുന്ന എഫേർട്ട്, ഓക്കെ, നിങ്ങൾ ഇടുന്ന എഫേർട്ടിൻ്റെ ഒരു ഫലം, റിസൾട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതിനുവേണ്ടി യെസ് ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടിയും വരും. ഓക്കെ, 8 of Cups ആണ്, വാക്കിംഗ് അവേ ആണ്. വാക്കിംഗ് അവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യം എന്താ പറയുക, ഈ ഒരു മനസ്സിൻ്റെ ബ്ലോക്കേജിൽ നിന്ന് നിങ്ങൾ മാറിപ്പോണമായിരിക്കും. അതായിരിക്കാം. ഓക്കെ, നിങ്ങൾ പുറത്ത് വരുന്ന പോലെ പറയാം നമുക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോണ്ടി വന്നേക്കാം, ട്രാവലിംഗ് വേണ്ടി വന്നേക്കാം. ട്രാവലിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ വിട്ടു പോവുക, ചില ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുക. ഓക്കെ, ഒരു ജോലി വിട്ട് വേറെ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഒരു ജോലി വിട്ട് ലൈക്ക് സ്വന്തമായ ബിസിനസ്, അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം ഐ തിങ്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അത് ഈ ആഴ്ച ഐ തിങ്ക് നിങ്ങൾ അതിനുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നതായിട്ടാണ്. ആൻഡ് അത് നിങ്ങൾക്ക് സക്സസ്സേ കൊണ്ടുവരുള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സക്സസ്സിലേക്ക് എത്തിക്കും. ഓക്കെ, ഐ തിങ്ക് വെനസ്ഡേ നിങ്ങളൊരു ചെറിയൊരു വിൻ, നിങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും ആവണമെന്നില്ല, അച്ചീവ്മെൻ്റ് ആവണമെന്നില്ല, ചെറുതെങ്കിലും ഒരു വിന്നോ അച്ചീവ്മെൻറ്റോ സക്സസ്സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മേ ബി ജസ്റ്റ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, അതും ഒരു സക്സസ് ആണ് അല്ലേ. ആൻഡ് ഇവിടെ അഗെയിൻ 4 of Wands നമ്മൾ പറയുന്നത് വ്യാഴാഴ്ചയ്ക്കും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു മൈൻഡിൻ്റെ ആ ഒരു ബ്ലോക്കേജിൽ നിന്ന് പുറത്ത് വരുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഐ തിങ്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾ സ്റ്റക്കാണ് എന്ന് തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ തടസ്സപ്പെടുത്തി എന്ന് വിചാരിക്കും. ചിലപ്പോൾ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ലൈക്ക് കുറച്ച് ഫൈനാൻസിൻ്റെ ആവശ്യം ഉണ്ടാവും, അതുണ്ടാവില്ല ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും. ബട്ട് അതിനുള്ള വഴികൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വഴികൾ കിട്ടും തീർച്ചയായിട്ടും. ആൻഡ് ഇവിടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി എന്ന രീതിക്കാണ് കാണുന്നത്. ചിലവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഐ തിങ്ക് ഒരു ലേഡി ആരെങ്കിലും ഉണ്ടാവാം, അമ്മയായിരിക്കാം, ഓക്കെ, വൈഫായിരിക്കാം, അമ്മ, ഹസ്ബൻഡ്. നിങ്ങൾ ജെൻസ് വാച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് വൈഫായി, ഈവൻ അതർവൈസ് ഹസ്ബൻഡായിട്ടും എടുക്കാം. ഓക്കെ, അതിൻ്റെ ഇവിടെ മാരേജ് കണക്റ്റഡ് ആണ്. സോ യെസ്, നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ അമ്മ, അതിൻ്റെ ഇവിടെ സോൾമേറ്റ് കാർഡും ഉണ്ടായിരുന്നു. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് ഒരു നല്ലൊരു പാർട്ട്ണർ, ഒരു നല്ലൊരു ഫ്രണ്ട്, ഈവൻ അമ്മയായാലും ശരി, പാരൻസ് ആയാലും ശരി, അങ്ങനെ ആ രീതിക്ക് ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഫാമിലിയിൽ ഒരു സന്തോഷം വരുന്ന എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് നമുക്ക് പറയാം. എവിടേക്കോ നിങ്ങൾ ഐ തിങ്ക് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഓക്കെ, അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കെയർ ചെയ്യാനും ഒക്കെ കൂടെ ഒരാളുണ്ടാവും എന്ന രീതിക്കായിരിക്കാം. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ യെസ്, സമയത്തിൻ്റെ ഒരു മാറ്റം. ഓക്കെ, നിങ്ങൾ ഐഡിയാസ് യൂസ് ചെയ്തുകൊണ്ട്, മീൻസ് ഐഡിയാസ് മാത്രം
എന്താ പറയുക, ഐഡിയാസിനെ പ്രാക്ടിക്കലായിട്ട് കൂടി നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നതായിട്ട്, ഓക്കെ, ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ട്, നിങ്ങൾ കുറച്ചുകൂടി എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും, ഒരു എനർജി ഫീൽ ചെയ്യും, നിങ്ങൾ ഹാപ്പി ആയിട്ട് ലൈക്ക് ഒരു ധൈര്യം വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ഇത് നമ്മൾ ഏതാണ് വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും ഈ ഒരു വീക്ക് തന്നെ ഐ തിങ്ക് നിങ്ങൾ തുടക്കം നിങ്ങൾ എന്തോ ആലോചിച്ച് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മെയിൻ കാര്യം എന്ന രീതിക്ക് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ബാക്കി വേറെയും നമ്മുടെ ലൈഫിൽ പലതും നടക്കും, പക്ഷേ ഇത് നമ്മുടെ ഒരു മെയിൻ ഏരിയ ഓഫ് ഫോക്കസ് ആയിരിക്കാം. നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തിനെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ കാര്യത്തിനെ കുറിച്ചായിരിക്കാം. ഓക്കെ, ഈ ഒരു നമ്മൾ റീഡിങ് വരുന്നത്. ആൻഡ് ഇവിടെ ഫ്രൈഡേ ആകുമ്പോഴേക്കും എനിക്ക് കാണുന്നത് നിങ്ങളുടെ മൊത്തത്തിൽ തന്നെ ഒരു മാറ്റമാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തന്നെ മാറുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് റെഡിയാണ്, നിങ്ങൾ റെഡിയാണ്, എന്തൂസിയാസം വരികയാണ് നിങ്ങൾക്ക്. ഓക്കെ, എനിക്ക് ചെയ്യാൻ സാധിക്കും, ഞാൻ ചെയ്തെടുക്കും എന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ പുറപ്പെടുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺസ് ഡെഫിനറ്റ്ലി ലക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങളങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, എന്ത് കഷ്ടപ്പാടും ഞാൻ ശ്രമിക്കാൻ തയ്യാറാണ്, എത്ര ഹാർഡ് വർക്ക് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് ബുദ്ധിമുട്ട് വന്നാലും ശരി ഞാൻ ഫേസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും. ഓക്കെ, ആ ഭാഗ്യം നിങ്ങളുടെ കൂടെ വരും, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ വരും. സ്റ്റാർ ഉണ്ട് ഇവിടെ, ആൻഡ് സാറ്റർഡേക്ക് സ്റ്റാറാണ്, പ്രതീക്ഷയാണ്. ഓക്കെ, അഗെയിൻ ഇവിടെ സോൾമേറ്റ് കാർഡ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, ഫ്രണ്ട്ഷിപ്സ്, ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കാം. പാർട്ട്ണർഷിപ്സ്, ഫാമിലി ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ചിലവർക്ക് പാർട്ട്ണർഷിപ്പ് വരുന്നു എന്നും പറയാം. കാരണം ഇത് 2 കാർഡും ഇവിടെ നമുക്ക് മാരേജിൻ്റെ കാർഡാണ്. ഓക്കെ, സോ ആൻഡ് ഇതും കൂടി ചേർത്ത് പറയുമ്പോൾ യെസ്, ഇവിടെ നമുക്കൊരു മാരേജ് ഫീൽ വരുന്നുണ്ട് ചിലവർക്ക്. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാരേജിൻ്റെ കാര്യം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ അതിനും വഴികൾ തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പോലെ. ഓക്കെ, ഇത് റിലേഷൻഷിപ്പ് ചോദിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങളുടെ ലൈഫിൽ മാരേജ് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഐ തിങ്ക് ഒരു മാരേജ് പോസിബിലിറ്റി ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ചിലവർക്ക് അല്ലാത്തവർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പ് ചോദിക്കാത്ത, ജസ്റ്റ് ജനറൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റിയും ആൻഡ് പ്രതീക്ഷയും ഒരു ഹെൽപ്പിംഗ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കൂടെ എന്ന രീതിക്കൊക്കെ പറയാം. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആരെങ്കിലും, ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് വളരെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ റെഡി ആവുന്ന പോലെ. ആൻഡ് ഇവിടെ സൺഡേക്ക് പറയുമ്പോൾ കിങ് ഓഫ് സോർഡ്സ് ആൻഡ് ടവർ കാർഡാണ്. ആൻഡ് ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആരോടെങ്കിലും ഫൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും അകൽച്ചയോ ഫൈറ്റ്സോ എന്തെങ്കിലും പിണക്കമോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ എന്തോ ആയിക്കോട്ടെ, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചില തകർച്ച, ലൈക്ക് ബ്രേക്കപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് തന്നെ ആവണമെന്നില്ല, ലൈക്ക് ഫാമിലിയിൽ ആരോടെങ്കിലും മേ ബി നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, വീട്ടിൽ ചിലപ്പോൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ചിലപ്പോൾ ഒന്ന് റൂഡായിട്ട് നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ലൈക്ക് വീട്ടിലുള്ളവരെ എതിർത്തു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പക്ഷെ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട്. അതായത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവുമെന്ന രീതിക്ക് പറയാം. ഓക്കെ, വീണ്ടും നിങ്ങൾ തമ്മിലൊരു ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഫൈറ്റ് വന്നാൽ തന്നെ അത് വീണ്ടും നിങ്ങൾ ഒരു ലൈക്ക് സോൾവ് ആവുന്ന പോലെ, എന്തെനിക്ക് വാക്ക് കിട്ടത്, സോൾവ് ആവുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കണക്ഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം ഞാൻ പറഞ്ഞ പോലെ, അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിലെ ഫാമിലി ആയിട്ട് ആരോടെങ്കിലും അല്ലെങ്കിൽ പുറത്ത് ജസ്റ്റ് ജോലി സ്ഥലത്തൊക്കെ ഉള്ള, പക്ഷേ സൺഡേക്കാണ് പറയുന്നത്. സോ മേ ബി വിത്ത് ഫാമിലി. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും അടിയോ അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും അത് സോൾവ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു ചെറിയൊരു മേ ബി ഒരു കലഹം വന്നേക്കാം. ഓക്കെ, വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഒരു കലഹം വന്നേക്കാം. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരോടെങ്കിലും ചിലപ്പോൾ ഒരു കലഹം വരാനുള്ള സാധ്യതയാണ്. കലഹം എന്ന് എടുത്താൽ മതി, അല്ലാതെ വലിയ ഇതായിട്ടൊന്നുമല്ല. ബട്ട് അതൊരു ലൈക്ക് കുറച്ചൊന്നും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഓക്കെ, പക്ഷെ അത് ഡിസ്റ്റർബ് ആയാലും അത് വീണ്ടും അപ്പം തന്നെ സോൾവ് ആവും, അത് നീണ്ടു പോകുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ യെസ്, എപ്പോഴും മേ ബി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ചെറിയ കോൺഫ്ലിക്ട്സ് വരുന്നതായിരിക്കാം, അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ എന്തായാലും ഇവിടെ ഫസ്റ്റ് കണ്ട തന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് കരിയർ കാര്യങ്ങളിൽ ഗ്രോത്ത് വരുമെന്ന് പറയാം. ഓക്കെ, കരിയർ യെസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാൻ, പെർസ്യൂ ചെയ്യാൻ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിട്ടുമാണ്. ആൻഡ് ഇവിടെ സ്റ്റാറും ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ മാരേജ് കാര്യങ്ങൾ, ചിലവർക്ക് മാരേജ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് പറയാം. ആ രീതിക്കും പറയാം. ഓക്കെ, ചിലപ്പോൾ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലായിരിക്കാം. എന്തായാലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. നിങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്നു നിങ്ങളെ എന്ന് എന്തൊക്കെയോ നിങ്ങളുടെ തോന്നലാണ്. ഓക്കെ, അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. ഓക്കെ, നമുക്ക് ഗണേശ മെസ്സേജസ് എടുത്തേക്കാന്ന് അഡ്വൈസായിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത്, ഗണേശ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഈ വീക്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ
ജസ്റ്റ് ഗണേശ മെസ്സേജ്, പോസിറ്റീവ് മെസ്സേജസ് എന്താ വരുന്നത് നോക്കാം. പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ വെച്ചേക്കാം. ഓക്കെ, പോസിറ്റീവ് ഔട്ട്ലുക്ക് ഞാൻ ചാടി. പോസിറ്റീവ് മെസ്സേജ് എന്ന് പറഞ്ഞു, പോസിറ്റീവ് ഔട്ട്ലുക്ക് വന്നു. ഓക്കെ, ഫുൾഫിൽമെന്റ്, പ്രോസ്പെരിറ്റി, ബ്ലെസ്സിങ്സ്, പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ, സറണ്ടർ. ഓക്കെ, കുറച്ച് സറണ്ടറിങ് വേണം. ഓക്കെ, ജനറോസിറ്റി ആൻഡ് ന്യൂ ബിഗിനിങ്സ്. യെസ്, പറഞ്ഞില്ലേ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്സ് ആണ് വരുന്നത്. പക്ഷെ അത് ന്യൂ ബിഗിനിങ്സ് നിങ്ങളായിട്ട് വരുത്തണം. ഓക്കെ, നിങ്ങളായിട്ട് അതിനു വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അവിടെ ആ ഫസ്റ്റ് നമ്മൾ സ്റ്റക്കായിട്ട് കണ്ടത്, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നാൽ ഇത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് പോസിറ്റീവ്, നിങ്ങൾ ആ പറഞ്ഞ മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ, അഡ്വൈസുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. ഓക്കെ, സോ ഇവിടെ പറയുന്നത് പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കാനാണ് നിങ്ങളോട് പറയുന്നത്. എന്ത് കാര്യവും നിങ്ങൾ എന്ത് തടസ്സം ഫേസ് ചെയ്താലും, ഞാൻ പറഞ്ഞില്ലേ, എന്ത് തടസ്സം ഫേസ് ചെയ്താലും അതിനെ മറികടക്കാൻ നിങ്ങളുടെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വേണം. എനിക്ക് സാധിക്കും, ഞാൻ ചെയ്യാം, ഞാൻ ശ്രമിക്കാം, അത്ര പറഞ്ഞാൽ മതി. എനിക്ക് സാധിക്കുമെന്നൊന്നും വേണ്ട, ഞാൻ ശ്രമിക്കാം, ഞാൻ ചെയ്യാൻ തയ്യാറാണ്, ഞാൻ മുന്നോട്ട് എന്ത് കഷ്ടപ്പാടും ഞാൻ അനുഭവിക്കാം എന്ന രീതിയിൽ നിങ്ങൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് അങ്ങനെ വെക്കുക. നിങ്ങൾ കഷ്ടപ്പാട് വരും, വരാതിരിക്കില്ല. നമുക്ക് വെറുതെ കള്ളം പറഞ്ഞിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല, മറ്റേ ഇല്ല എല്ലാം സ്മൂത്തായിട്ട് പോകും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വരും, പ്രശ്നങ്ങൾ വരും, ഡെഫിനറ്റ്ലി വരും. പക്ഷെ അത് ഓവർകം ചെയ്യാനും നമുക്ക് ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓവർകം ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യം അതും വേണം. അപ്പോൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് മുന്നോട്ട് പോവുക. ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് എത്തും. വിഷ് ഫുൾഫിൽമെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. വിഷസ് നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പ്രോസ്പെരിറ്റി വരുന്നതായിട്ട്, യെസ്, നമ്മളെ 9 of Pentacles ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിരിക്കാം, മണി പ്രോസ്പെരിറ്റി ആയിരിക്കാം, മണി അബൻഡൻസ് ആയിരിക്കാം. നിങ്ങൾക്ക് വേണ്ട പോലെ, നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫൈനാൻഷ്യൽ അബൻഡൻസ് നിങ്ങൾക്ക് വരും. ബ്ലെസ്സിങ്സ് ഉണ്ട് ദൈവത്തിൻ്റെ. ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഒരു തരത്തിലും നിങ്ങൾ പേടിക്കേണ്ട. പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ ദൈവം പറയുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിൻ്റെ പ്രോമിസ് ദൈവം തരുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മതി. ആ ഫ്യൂച്ചർ നല്ലതായിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും എന്നൊരു പ്രോമിസ് ദൈവം തരുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് തരുന്നുണ്ട്. സറണ്ടർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, കുറേ നിങ്ങൾ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക. അതായത് എന്താണോ നടക്കുന്നത് അത് നടന്നോട്ടെ എന്ന രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചു, അവിടെ എന്തെങ്കിലും തടസ്സം വന്നു, ശരി, ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി നെക്സ്റ്റ് എന്താ ഞാൻ ചെയ്യേണ്ടത്? ഓക്കെ, അങ്ങനെ ഇതിനെ തന്നെ പിടിച്ചു നിന്ന്, ഓക്കെ, ഇതെന്താ പറ്റി, എന്തുകൊണ്ട് ഇങ്ങനെ ആയി, എന്തുകൊണ്ട് തടസ്സം വന്നു, എന്തുകൊണ്ട് അത് നടന്നില്ല, അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്താ ഞാൻ ചെയ്യേണ്ടത്? ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് ജനറോസിറ്റി എന്ന് പറയുന്നത് നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയതായിട്ട് ദാനങ്ങൾ കാര്യം ഐ തിങ്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. സോ ദാനങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കരുത്. എന്തുണ്ടോ അതിൽ നിന്ന് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾ പറയും എനിക്ക് വരുമാനം തന്നെ ഇല്ല, സാലറി തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എവിടെന്നെങ്കിലും ഒരു 100 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10 രൂപയെങ്കിലും വേറെ ആൾക്ക് കൊടുക്കാൻ ശ്രമിക്കാം. 5 രൂപയെങ്കിലും പോട്ടെ, അതെങ്കിലും ഒരു ചായയെങ്കിലും വാങ്ങിക്കൊടുക്കാവോ. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്താണ്, ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ ഞാൻ പറഞ്ഞിരുന്നു, പൈസയായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ സാധനങ്ങളോ ആയിട്ടോ അല്ല, പക്ഷെ നിങ്ങൾക്ക് സമയം കൊടുക്കാൻ സാധിച്ചാൽ അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് സമയം കൊടുക്കുക, മറ്റുള്ളവരെ കേൾക്കാൻ സമയം കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഇതുകൂടി ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ടായിട്ട് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അങ്ങനെ ആർക്കും ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഇല്ലാത്തപ്പോൾ കൂടി നമ്മളുടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇത് വാങ്ങില്ല, ഇന്ന സാധനം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങളത് വേറെ ആൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ദാനം. ഓക്കെ, സോ എനിവേ എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കുക. ഈ ആഴ്ച നല്ല പോസിറ്റീവായിട്ട് പോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.